എന്നെ എന്നെ ഒന്നും ചെയ്യലാണല്ലേട്ടാ, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കൈകൂപ്പി. ഹേയ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്ക് നിന്നെ വേണം. ഈ ഒരു നിമിഷത്തേക്കല്ല, ഈ ജീവിതകാലം മുഴുവനും. പറ, ഒരു വട്ടം പറയ്, എന്നെ ഇഷ്ടമാണെന്ന്, എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന് പറ. അയാൾ അവളെ നോക്കി കെഞ്ചി. കള്ളു കുടിച്ച് ഭ്രാന്ത് കാട്ടാതെ എന്നെ വിടാനില്ലേട്ടാ, എനിക്ക് പോകണം, വാതിൽ തുറക്ക്. മോളെ വേണി, ഞാൻ പറയണതൊന്ന് കേൾക്ക്. നീ എൻ്റെ ജീവനാ അനിലേട്ടാ, എനിക്ക് പേടിയാ. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണു. ഞാനൊന്നും ചെയ്തില്ലല്ലോ എൻ്റെ വേണി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ലടി, നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുമെന്നൊരു ഭയം. വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുമല്ലേ, ഇനിയും നിന്നോടിതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടാലോ എന്നൊരു പേടി. എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്ന കാലം മുതൽ നീ ഉണ്ടായിരുന്നു കൂടെ. ആ വിരലിൽ എൻ്റെ കൈവിരലുകൾ ചേർത്ത് പിടിച്ച് നടന്നു തുടങ്ങിയതല്ലേ നമ്മൾ. ഒരു മിഠായി കിട്ടിയാൽ പോലും നിനക്ക് തരാതെ ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഞാനില്ലാത്തൊരു ദിവസം നിനക്കുണ്ടായിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ വിട്ട് വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച ഒരാളോടൊപ്പം നീ പോകുന്ന കാണാൻ എനിക്ക് പറ്റില്ല വേണി. കരഞ്ഞുകൊണ്ടവൻ അവളുടെ ചാരയിരുന്നു. ഒരു നേരം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലടി, അത്രയ്ക്ക് ഭ്രാന്താണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. എന്നെ ഒന്നും മനസ്സിലാക്കാനില്ലേട്ടാ, ഏട്ടനെ അങ്ങനെയൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് അനിലേട്ടൻ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാനിപ്പോൾ ഏട്ടനെ കാണാൻ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ. ഇപ്പോൾ വരണ്ടായിരുന്നുവെന്ന് തോന്നുന്നു അനിലേട്ടാ. പറ, എന്താണേലും പറ. നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഞാനല്ലേ വേണി സാധിച്ചു തരാറുള്ളത്. എന്താണെങ്കിലും ഇതും ഞാൻ സാധിച്ചു തരും. അവൻ്റെ ചുവന്ന കണ്ണുകളിലേക്ക് വേണി നോക്കി. നിയന്ത്രണമില്ലാതെ അവ ചലിക്കുന്നുണ്ട്. കണ്ണുനീരിൽ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. വിറയാർന്ന അവൻ്റെ കൈകളിലേക്ക് അവൾ കൈകൾ ചേർത്ത് പിടിച്ചു. എനിക്ക് അനിലേട്ടാ, എനിക്കൊരാളെ ഇഷ്ടാ. കൺപീലിയിൽ ഒളിച്ചു നിന്ന ഒരിറ്റ് കണ്ണുനീർത്തുള്ളി പെട്ടെന്ന് കവളിലൂടെ ഒഴുകിയിറങ്ങി. അനിലിൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിലത്തേക്ക് മാത്രം അവളുടെ കണ്ണുകൾ അലസമായി നോക്കുന്നുണ്ടായിരുന്നു. അനിലിൻ്റെ കയ്യിൽ നിന്ന് മെല്ലെ കൈ വിടുവിച്ചുകൊണ്ടവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അനിൽ അവളെ മുറുകെ പിടിച്ചിരുന്നു. ഓരോ നിമിഷവും ഞാൻ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും നീ എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയല്ലേ. അനിലേട്ടാ, ഞാൻ പൊയ്ക്കോട്ടെ, സഹായിച്ചില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ? അവൾ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. ഇല്ല, നീ എൻ്റെയാ, എൻ്റെ മാത്രം. ആരും നിന്നെ ഇഷ്ടപ്പെടണ്ട, നീയും ആരെ ഇഷ്ടപ്പെടണ്ട. സമ്മതിക്കില്ല ഞാൻ. അവൻ എഴുന്നേറ്റ് അവളുടെ പിന്നാലെ ചെന്നു. കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. വിട്, എന്താ കാണിക്കണേ? എന്നെ വിടാനില്ലേട്ടാ, എന്നെ ഉപദ്രവിക്കല്ലേ. പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ കേണു. കുതറി മാറാൻ ശ്രമിച്ച അവളിലേക്ക് ശക്തിയിൽ ഞെരിഞ്ഞമർന്ന അനിലിൻ്റെ കരവലയത്തിൽ അവൾ തളർന്നു പോയിരുന്നു. അതിക്രമമെന്ന പോലെ അവളുടെ ഉടയാടകൾ അഴിച്ചു മാറ്റുമ്പോഴും ചുണ്ടുകളിൽ മതിമറന്ന് ചുംബിക്കുമ്പോഴും മാറിടങ്ങളിലേക്ക് വിരലുകൾ ഞെരിഞ്ഞമരുമ്പോഴും ഇനി നീ എൻ്റെ മാത്രമാണെന്നോർത്ത് അവൻ ഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു. മദ്യത്തിൻ്റെ ആസക്തിയിൽ ഒരു ഭ്രാന്തനെ പോലെ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നിസ്സഹായയായി കരയാൻ മാത്രമേ അവൾക്കപ്പോൾ ആയുള്ളൂ. ഒടുവിൽ എപ്പോഴും നീറിപ്പുകയുന്ന വേദനയിൽ അവൾക്ക് ബോധം നഷ്ടമായിരുന്നു. ആവേശങ്ങൾക്കൊടുവിൽ അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ നേരിയ വെളിച്ചം അവൻ്റെ നെഞ്ചിലേക്ക് ഒരു മിന്നൽ പിണർപ്പ് കണക്കെ പതിച്ചിരുന്നു. കുടിച്ച മദ്യത്തിൻ്റെ കെട്ടടങ്ങി സ്വബോധത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ പരാക്രമണങ്ങൾക്ക് ബലിയാകേണ്ടി വന്നവൾ നിസ്സഹായിയായി ഏങ്ങലടിച്ചുകൊണ്ട് മതിലിൽ ചാരിയിരിക്കുന്നതാണ് അവൻ കണ്ടത്. പൂർണ്ണ നഗ്നയായിരുന്ന അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടലോടെ അവൻ വേണിയെ നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ വിറകൊണ്ട് പെട്ടെന്ന് നിലത്ത് കിടന്ന തൻ്റെ മുണ്ട് കയ്യിലെടുത്ത് അവൻ അവളുടെ നഗ്നത മറയ്ക്കാൻ വേണിയുടെ അരികിലേക്ക് ചെന്നു. വേണി, ശബ്ദം ഉയർത്താതെ അവൻ അവളെ വിളിച്ചു. നിറ കണ്ണുകളോടെ അവൾ തല ഉയർത്തി. കലങ്ങി മറിഞ്ഞ കണ്ണുകൾ നോക്കി നിൽക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. സന്തോഷായോ? തൃപ്തിയായോ? എന്തിനായിരുന്നു എന്നോടി? എൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനോ? അതോ എന്നെ നഷ്ടപ്പെടാതിരിക്കാനോ? എന്തിനാ അനിലേട്ടാ എന്നെ? കണ്ണുനീരിൽ മുങ്ങിയ മുഖമുയർത്തി അവളുടെ ചോദ്യങ്ങൾക്ക് മുട്ടുകുത്തി. അവളുടെ കാലുകളിലേക്ക് കൈകൾ ചേർത്ത് പിടിച്ച് അവനിരുന്നു. മാപ്പ്, എന്നോട് ക്ഷമിക്കു വേണി. അനിൽ അവളോട് കേണുകൊണ്ട് അവിടേക്ക് കിടന്നു. ഈ വൃത്തികെട്ട കൈകൊണ്ടെൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത് നീ.
അനിലിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൾ എഴുന്നേറ്റു. എൻ്റെ കൈവിരലിൽ പിടിച്ച ഓർമ്മകളുടെ കാര്യം പറഞ്ഞതിൻ്റെ പ്രതീതി പിടിച്ചു പറ്റിയത് ഇതിനായിരുന്നല്ലേ? നിന്നെ ഞാൻ മനസ്സിൽ വെച്ച് സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ കൈകൾ ഇന്ന് എന്നിൽ ഏറ്റവും വലിയ മുറിവായി. അനിലേട്ടാ, നന്ദിയുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരിയാ. എൻ്റെ കുഞ്ഞാഗ്രഹങ്ങളൊക്കെ പറഞ്ഞത് നിന്നോടാ. എനിക്കൊരു ജ്യേഷ്ഠനില്ലാത്ത വിഷമം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തോ ഓടി വന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിന്നോട് ചോദിച്ചാൽ എനിക്കത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. അവൾ കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് മുറ്റത്തേക്കിറങ്ങി. എന്നെ നഷ്ടപ്പെടാതിരിക്കാനാണല്ലേ നീ ഇങ്ങനെ ചെയ്തത്? നിനക്കിന്നു മുതൽ നിന്നെ തന്നെ നഷ്ടമായെന്ന് കൂട്ടിക്കോ. അനിലേട്ട എന്ന് വിളിച്ച് ഇവിടെ കൂടി വരാൻ ഞാനിനി ഉണ്ടാവില്ല. അവൾ പോകുന്നത് കണ്ടവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ചെയ്തു പോയ തെറ്റ് മായ്ക്കുവാനോ മറക്കുവാനോ കഴിയാത്തതാണ്. അവളെ ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ ചെയ്ത ശരിയായിരുന്നു എനിക്കതെന്ന് തോന്നിയ നിമിഷത്തെ ഞാൻ വെറുക്കുന്നു. കുറ്റപ്പെടുത്തലുകൾ മദ്യക്കുപ്പികളെ ആശ്രയിക്കാൻ തുടങ്ങി. പിന്നീട് അവളെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഹെടി, കുടുംബത്തിൻ്റെ മാനം കളഞ്ഞലോടി മഹാപാപി. പറയടി അസത്തെ, ഏതവരാടി ഈ കൊച്ചിൻ്റെ തന്ത? പറയടി. അമ്മയുടെ ശാപവാക്കുകൾ കേട്ട് വേണി മൗനമായിരുന്നു. ഈശ്വര, ഇതേപോലൊരുത്തിയാണല്ലോ ഞാൻ പെറ്റു വളർത്തിയത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്തിനി എങ്ങനെ നോക്കും? എല്ലാം തുലച്ച് കളഞ്ഞലോടി ദ്രോഹി. സുലോചന തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. തൃപ്തിയായില്ലടി നിനക്ക്? പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്തണോടി, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. തള്ളമാരാ പെങ്കൊച്ചുങ്ങളെ നോക്കേണ്ടത്. പ്രായമായ പെണ്ണിനെ കയറൂരി വിട്ടപ്പോൾ ഓർക്കണമായിരുന്നടി. ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു കെട്ടിച്ചു വിടാന്ന്. അപ്പോൾ അമ്മയ്ക്കും മോക്കും എന്തായിരുന്നു? പഠിക്കണം, പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതിയെന്ന്. കണ്ടില്ലേടി നിന്റെ മോക്കടെ പഠിപ്പ്? എല്ലാം പഠിച്ചു നിന്റെ മോള്. പഠിച്ചത് പാസ്സായതാ ഹൈറ്റി കിടക്കണേ. ഇനി അത് ഏതവൻ്റെ ആണെങ്കിലും വാ തുറന്ന് പറയടി അസത്തെ. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ വേണി തളർന്നിരുന്നു. പതിയെ സുലോചന അവളുടെ അരികിലേക്ക് നീങ്ങി. മോളെ, അമ്മ പറയണത് മോള് കേൾക്കണം. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറ, നമുക്കിതങ്ങ് നടത്താം. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ പഠിപ്പിനെക്കുറിച്ച്? അങ്ങനെ ഉണ്ടായതാ ഇത്. പലരും പഠിച്ചു. കൂട്ടത്തിൽ ആരുടെ ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് വേണ്ടത്ര നിശ്ചയില്ല. ഇടീ, വിളിക്കൊപ്പം അവളുടെ രണ്ട് കവിളിലും സുലോചനയുടെ കൈകൾ പതിഞ്ഞിരുന്നു. നീ നീ ഇത്ര ഛീ! അവർ അവൾക്ക് നേരെ കാർക്കിച്ചു തുപ്പി. നീ റെഡിയാക്, നമുക്കിപ്പം തന്നെ ഇതിനെ കളയാം. ഹോസ്പിറ്റലിൽ പോകാം. അവർ വേഗം എഴുന്നേറ്റു ഭർത്താവിൻ്റെ അരികിലേക്ക് നടന്നു. അല്പനേരത്തിന് ശേഷം സുലോചനയും സഹദേവനും മുറിയിലേക്ക് വന്നു. അപ്പോഴും അവൾ നിലത്ത് അതേപടി ഇരിക്കുകയായിരുന്നു. നീ എണീറ്റില്ലേ? വാ, ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. ഇല്ല, ഞാൻ വരില്ല. പിന്നെ പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? പറയടി. ഞാൻ വളർത്തും ഈ കുഞ്ഞിനെ. നീ എന്നിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിലും ആരെ ചൂണ്ടിക്കാട്ടും? കൊച്ചിൻ്റെ തന്തയായിട്ട് അത് പറയടി. എൻ്റെ കുഞ്ഞ് തന്തയില്ലാത്തതായി തന്നെ വളർന്നാ മതി. അവളുടെ വാക്കുകൾ കേട്ട് സഹദേവന് ദേഷ്യം വന്നു. അവളെ അയാൾ ക്രൂരമായി തല്ലി. അവളുടെ തലയിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരുന്നു. പിഴച്ചു പെറ്റതിനെയും കൊണ്ട് ഇവിടെ കഴിയാമെന്ന് നീ കരുതണ്ട. ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടുന്ന്. അതും പറഞ്ഞ് അയാൾ അവളെ വലിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി. വാതിൽപ്പടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. നിന്നെപ്പോലെയുള്ള വേശ്യകൾക്ക് പറഞ്ഞിട്ടുള്ളത് പെരുവഴിയാടി. ഇനി ഈ പടി കയറിപ്പോകരുത്. അയാൾ വാതിൽ കൊട്ടിയടച്ചു. അവൾ പതിയെ മുറ്റത്ത് നിന്ന് എഴുന്നേറ്റു. വേച്ച് നടന്നു. നെറ്റിയിലെ മുറിവിൽ നിന്ന് ചോര ഒഴുകി പടർന്നിരുന്നു. പെട്ടെന്ന് അവളുടെ അരികിലേക്ക് അനിൽ ഓടിയെത്തി. മോളെ വേണി, വിളിക്കരുതെന്നെ അങ്ങനെ. എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോകരുത് നീ. എൻ്റെ വേണി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വീണ്ടും പിന്നാലെ വന്നുകൊണ്ട് അനിൽ പറഞ്ഞു. എന്നെ ഭ്രാന്താക്കല്ലേ നീ. ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പോകാം എൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിൽ വളരുന്നതെന്ന്. കിട്ടാവുന്ന ശിക്ഷ ഞാൻ വാങ്ങിക്കൊള്ളാം. കൺമുന്നിൽ വരാതിരുന്നോളാം. നീ വാ, എൻ്റെ കൂടെ വാ. വേണിയെ തടഞ്ഞു നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. കാറ്റും പേമാരിയും എങ്ങു നിന്നോ എത്തി. തല ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി. ഇരുട്ട് നിറഞ്ഞ പെരുവഴിയോരത്തേക്ക് പെട്ടെന്നൊരു മിന്നൽ പ്രകാശം. അതിൽ അവളുടെ രക്തം നിറഞ്ഞ മുഖം കണ്ടവൻ പേടിച്ച് കണ്ണുപൊത്തി. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ താനാണെന്ന് ആരെങ്കിലും അറിയുന്ന ദിവസം അന്ന് നിങ്ങളുടെ മുന്നിൽ തീർക്കും ഞാൻ എൻ്റെ ജീവിതം. കയ്യിൽ മുറുകെ പിടിച്ചൊരു കത്തി ഉയർത്തി അവൾ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. എല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഇനിയുള്ള ജീവിതം. മാറി നിൽക്കും മുന്നിൽ നിന്ന്. വേണി, എന്നോട് ക്ഷമിക്കടി. അറിയാതെ എന്ന് പറയണില്ല ഞാൻ. പക്ഷെ ചെയ്തു പോയൊരു തെറ്റ്, ആ തെറ്റ് തിരുത്താൻ വേണ്ട. ഇതിനു വേണ്ടി അല്ലേടാ നീ ഇതൊക്കെ ചെയ്തത്. എൻ്റെ മാനം രക്ഷിക്കാൻ.
ഞാൻ നിന്റെ മുന്നിൽ വന്ന് കെഞ്ചു എന്ന് കരുതിയല്ലേ നീ ഇങ്ങനെ ചെയ്തത്? സ്വന്തം കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ നിന്റെ മുന്നിൽ എൻ്റെ വീട്ടുകാർ വരുമെന്ന് കരുതിയോ? അതോ എന്നെ കൈവിടില്ലെന്ന് കെഞ്ചി ഞാൻ വരുമെന്ന് കരുതിയോ? എങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അനിലേട്ടാ. മനഃപൂർവ്വം ഇതൊക്കെ. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നിന്നെ കാട്ടിക്കൊടുക്കാതിരുന്നത്. നീ കാരണം ഈ വേണി ഇന്ന് സ്വയം വേശിയായി. വേണ്ട വേണ്ട, പറയരുത് അങ്ങനെ. എൻ്റെ വേണി അങ്ങനെ അല്ല. ഞാനാ എൻ്റെ വേണിയെ അങ്ങനെ ആക്കിയേ. ഈശ്വര, എന്തൊരു മഹാപാപിയാ ഞാൻ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാം. പക്ഷെ നിന്നെ എനിക്കിങ്ങനെ കാണാൻ വയ്യ. എൻ്റെ കൂടെ വാ വേണി പ്ലീസ്. മരണം പോലും നിനക്കുള്ള ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ജീവിതകാലം മുഴുവൻ എരിഞ്ഞു തീരണം നീ. ഇനിയുള്ള എൻ്റെ ജീവിതമാണ് നിനക്കുള്ള എൻ്റെ ശിക്ഷ. സ്വയം എരിഞ്ഞുകൊണ്ട് നിന്നെ ദഹിപ്പിക്കാനുള്ള അഗ്നിയാവും ഞാൻ. അവൾ ഉറച്ച കാലടികളോടെ മുന്നോട്ട് നടന്നു. അനിലിനോടുള്ള വാശി അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ആ നാട്ടിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തു. പട്ടണത്തിലെ ഒരു കടയിൽ സെയിൽസ് ഗേളായി ജോലിക്ക് പോയി തുടങ്ങി. നാട്ടിൽ അവളെക്കുറിച്ച് പലതും പറഞ്ഞു. പല രാത്രികളിലും പലരും അവളുടെ വാതിൽ മുട്ടി. അവരൊക്കെ ധൈര്യപൂർവ്വം അവൾ നേരിട്ടു. കവലയിലൂടെ നടക്കുമ്പോൾ അവളെ നോക്കി അടക്കം പറഞ്ഞ് ചിരിക്കുന്നവരെ കാര്യമാക്കാതെ അവൾ നടന്നു. എവിടെയാടി ഉടുത്തൊരുങ്ങി പോകുന്നേ? ഒരു ദിവസം അവൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കവലയിലെ പീടികയിലിരുന്ന ജോൺസൺ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവൾക്ക് നാട്ടുകാരെ ഒന്നും പറ്റത്തില്ല ജോൺസാ, പുറത്തുള്ളവരെയാ പിടുത്തം അല്ലയോടി? ടോമിച്ചൻ്റെ ഒഴിഞ്ഞുള്ള നോട്ടവും വഷളം ചിരിയും അവൾ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് നടന്നു. അങ്ങനെ അങ്ങ് പോകല്ലേടി കൊച്ചെ. പണ്ടേ ഒത്തിരി മോഹിപ്പിച്ചിട്ടുള്ളതാ നീ എന്നെ. അന്നൊക്കെ നിലത്ത് നോക്കി നടക്കുന്ന കണ്ടപ്പോൾ നമുക്കൊന്നും കിട്ടുകയല്ലെന്നാ കരുതിയേ. ഇതിപ്പോൾ അങ്ങ് മോഹിപ്പിക്കുമല്ലേ? പറ കൊച്ചെ, എങ്ങനെയാ നിന്റെ റേറ്റ്? ഒരു രാത്രിക്കാണോ അതോ അല്ലെങ്കിൽ എന്തിനാന്നേ ഒരു രാത്രി? നിന്നെപ്പോലൊരുത്തിയെ എങ്ങനാടി മടുക്കുന്നേ? നിന്നെ ഞാൻ നോക്കിക്കൊള്ളാടി കൊച്ചെ. അയാളുടെ വാക്കുകൾ കേട്ടതും അവൾക്ക് ആ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിലോ എന്ന് തോന്നി. പക്ഷെ ആ നിമിഷം എല്ലാം കേട്ടു നിൽക്കുന്ന അനിലിൻ്റെ മുഖം ആ വേദനയിലും സുഖമുള്ളതായി അവൾക്ക് തോന്നി. അവളൊന്നും മിണ്ടാതെ അനിലിനെ നോക്കി കടന്നുപോയി. പിന്നീടുള്ള ദിവസങ്ങൾ പോരാട്ടത്തിൻ്റെതായിരുന്നു. ഗർഭിണിയായ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. സഹായിക്കാൻ എത്തിയവർക്കൊക്കെ അവളുടെ ശരീരത്തിലാണ് കണ്ണെന്നറിഞ്ഞതും അവളെ ആകെ തളർത്തി. എൻ്റെ വാവേ, പതിയെ ചവിട്ടൂട്ടോ, അമ്മയ്ക്ക് വേദനിക്കുന്നേ. അവൾ വീർത്ത വയറിൽ പതിയെ തലോടി. എന്നാ എൻ്റെ വാവ അമ്മയുടെ അടുത്തേക്ക് വരുന്നേ? ആ കുഞ്ഞു മുഖമൊന്ന് കാണാൻ അമ്മയ്ക്ക് കൊതിയാവാം. വേഗം വാ എൻ്റെ മോള്. ഈ ലോകത്ത് അമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ മറ്റാരുമില്ല. മോൾക്കെന്നോട് ദേഷ്യം തോന്നുമോ? ഓരോ തവണ മോളുടെ അച്ഛൻ ഈ അമ്മയെ കാണാൻ വരുമ്പോഴും അമ്മ അച്ഛനെ ആട്ടി ഇറക്കി വിട്ടു. ഇപ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നാം അമ്മയ്ക്ക്. ഇത്രയും നാൾ വാശിയായിരുന്നു അച്ഛനോട്. പക്ഷെ ഇപ്പോൾ സ്വന്തം നിഴലിനോട് പടവെട്ടുന്ന പോലെ തോന്നുന്നു അമ്മയ്ക്ക്. ഒറ്റയ്ക്കായി പോയില്ലേ ഈ അമ്മ. മടുത്തു ഈ ജീവിതം. എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ എന്നെ അവസാനിപ്പിച്ചേനെയെല്ലാം. ഇനി നിൻ്റെ അച്ഛൻ വന്ന് വിളിച്ചാ ഞാനിറങ്ങി കൂടെ പോകൂട്ടോ. ഒറ്റയ്ക്ക് ഈ അവസ്ഥ അമ്മയ്ക്ക് വയ്യ. ഒന്നോർത്ത അനിലേട്ടൻ എനിക്ക് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തേ. അതിനാ മനുഷ്യനെ ഞാൻ വേണ്ടുവോളം ഉപദ്രവിച്ചു. എന്നോട് ചെയ്തതിനൊക്കെ ആ പാവം വേണ്ടുവോളം അനുഭവിക്കുന്നുണ്ട്. ഇനിയും വേണ്ട. ഒരിക്കൽ കൂടെ വരാൻ എൻ്റെ അനിലേട്ടൻ വന്ന് വിളിച്ചാൽ അതെവിടെ വെച്ചാണെങ്കിലും ഞാൻ പോകും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് മെല്ലെ തുടച്ചപ്പോഴാണ് കതകിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടത്. നാശം, ആരാണാവോ ഈ പാതിരാത്രി? തലയണയോട് ചേർന്നിരുന്ന കൊടുവാളെടുത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് മറച്ചു വെച്ചുകൊണ്ട് കതകിനരികിലേക്ക് അവൾ നടന്നു. വാതിൽ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ നിന്ന രൂപം കണ്ടവൾ അമ്പരന്നു. അനിലേട്ടൻ. ഇറക്കി വിടരുത്. പറയാമെന്നത് പറഞ്ഞിട്ട് പോയിക്കോളാം. അനിൽ പറയുന്നത് കേട്ട് അവൾ തല താഴ്ത്തി നിന്നു. എൻ്റെ വിവാഹം ഉറപ്പിച്ചു. വരുന്ന ആഴ്ചയാ. നെഞ്ചിലൂടെ എന്തോ ഒരു മിന്നൽ കടന്നു പോയതുപോലെ അവൾക്ക് തോന്നി. ഞെട്ടലോടെ അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ നോക്കി. വീട്ടിലെനിക്ക് സ്വൈര്യം തരണില്ല. ഞാൻ വിവാഹം കഴിക്കണമെന്നാ അവരൊക്കെ നിർബന്ധിക്കുന്നു. എന്ത് വേണമെന്ന് എനിക്കറിയില്ല. വിളിച്ചാൽ വരില്ലെന്നറിയാം. പൊറുക്കാൻ കഴിയാത്ത തെറ്റാ ഞാൻ ചെയ്തത്. പക്ഷേ അത് നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ മാത്രമായിരുന്നു. ഞാൻ പോകുക. അവൻ ഇരുട്ടിലൂടെ മുന്നോട്ട് നടന്നു. വാതിൽ പെട്ടെന്ന് ചാരി പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ വാതിലിന് പിന്നിലേക്ക് ചാരി നിന്നു. മനസ്സിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഒരിക്കൽ കൂടെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ അനിലേട്ടാ നീ. സാരമില്ല.
അത്രയും ഞാൻ തിരിച്ചു വേദനിപ്പിച്ചില്ലേ? പക്ഷെ ഒരിക്കൽ കൂടെ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? നാണം കെട്ട് മതിയായിട്ടുണ്ടാവും അല്ലേ? സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് ജീവിക്കാൻ കൂട്ടിന് നമ്മുടെ കുഞ്ഞുണ്ടല്ലോ, അത് മതി. പറഞ്ഞു പോയ ശാപവാക്കുകൾ ഫലിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. ഇനിയും പ്രാർത്ഥിച്ചോളാം ഞാൻ. എവിടെ ആയിരുന്നാലും സുഖമായിട്ടിരുന്നാൽ മതി. അത് മതി എനിക്ക്. എൻ്റെ അനിലേട്ടനോട് എനിക്കിപ്പോൾ ദേഷ്യമൊന്നും ഇല്ലാട്ടോ. ഇല്ല. സ്വയം പറഞ്ഞുകൊണ്ടവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുമ്പോഴേ കണ്ടു കല്യാണ വണ്ടികൾ പോകുന്നത്. അനിലിനെ കാണാൻ അവൾ വഴിയിലേക്ക് തന്നെ കണ്ണു നട്ടിരുന്നു. കാറിൽ മറ്റൊരു പെണ്ണിനോട് ചേർന്നിരിക്കുന്ന തൻ്റെ അനിലേട്ടനെ ഒന്ന് നോക്കിയുള്ളൂ. അവൻ്റെ കണ്ണും വീട്ടിലേക്ക് നീളുന്നതവൾ അറിഞ്ഞു. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വേലിയിലേക്ക് അവൾ മറഞ്ഞു നിന്നു. നിമിഷനേരം കൊണ്ട് വഴിയും അവളുടെ മനസ്സ് ശൂന്യമായതുപോലെ തോന്നി അവൾക്ക്. മനസ്സ് പിടഞ്ഞത് അറിയാഞ്ഞിട്ടാവും. വയറ്റിലെ കുഞ്ഞു കാലുകൾ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം വയറിൽ പതിയെ ചവിട്ടിയത് അവൾ അറിഞ്ഞു. പതിയെ അവൾ വയറിലേക്ക് കൈ ചേർത്ത് വെച്ചു. അച്ഛനെ കണ്ടുട്ടോ, സുന്ദരനായിട്ടുണ്ട് ആ വേഷത്തിൽ കാണാൻ. കൂടെയുള്ള കുട്ടിയും അച്ഛന് നന്നായി ചേരും. ഇനി അവരെ ജീവിച്ചോട്ടെ, അല്ലേ വാവേ? അമ്മയും അമ്മയുടെ വാവയും ഇനി അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവരുത്. അവൾ വീടിൻ്റെ പടികൾ കയറിയതും അടിവയറ്റിൽ നിന്ന് കൊളുത്തി വലിക്കും പോലെ ശക്തമായ വേദന അനുഭവപ്പെട്ടു. വയറ് താങ്ങി പിടിച്ചുകൊണ്ടവൾ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയെങ്കിലും വേച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. വേദനയുടെ ശക്തി കൂടി വന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായായി അവൾ. നിമിഷങ്ങൾ കഴിയുന്തോറും വേദനയിൽ അവൾ അലമുറയിട്ടു. അത് കേട്ട് ആരൊക്കെയോ ഓടിയെത്തി. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒടുവിൽ ജീവിക്കാനുള്ള അവസാന പ്രതീക്ഷയെന്ന വണ്ണം ഒരു പെൺകുഞ്ഞിന് അവൾ ജന്മം നൽകി. ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി അവളുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി അനിൽ വന്നു. വാതിലിലെ ശക്തമായ മുട്ട കേട്ട് അവൾ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി അരിവാളുമായി കതക് തുറന്നു. മുന്നിൽ നിൽക്കുന്ന അനിലിനെ കണ്ടവൾ ഒരുമാത്രം സന്തോഷിച്ചു. പക്ഷെ അടുത്ത നിമിഷം ഇന്ന് അനിലേട്ടന് മറ്റൊരു കുടുംബമുണ്ടെന്ന ചിന്ത വീണ്ടും പഴയ വേണിയാകാൻ അവളെ പ്രേരിപ്പിച്ചു. വേണി, എൻ്റെ കുഞ്ഞ് എനിക്കൊന്ന് കാണണം, ഒന്ന് കണ്ടോട്ടെ ഞാൻ, പ്ലീസ്. അയാളുടെ ഇടറിയ സ്വരവും തൻ്റെ മുന്നിൽ കൂപ്പി നിന്ന കൈകളും കണ്ടില്ലെന്ന് നടിച്ചു. ഒരക്ഷരമിണ്ടാതെ വാതിലുകൾ കുട്ടിയടച്ചു. നിസ്സഹായനായി പടിയിറങ്ങിപ്പോകുന്ന അനിലിനെ നെഞ്ചു പൊടിയുന്ന വേദനയിലും അവൾ നോക്കി നിന്നു. ഇനിയും ആ നാട്ടിൽ നിന്നാൽ ഈ അമ്മയ്ക്ക് എന്നെ തന്നെ നഷ്ടമാകുമെന്ന് തോന്നി. ഇനി ഞാനും എൻ്റെ മോളും അവിടെ നിന്നാൽ എൻ്റെ അനിലേട്ടനും നല്ലൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് തോന്നി. അതുകൊണ്ട് എൻ്റെ മോളെയും കൊണ്ട് പോകാൻ പറ്റാവുന്ന ദൂരത്തേക്ക് ഞാൻ പോയി. അങ്ങനെ ഈ നാട്ടിൽ വന്നു. M.Com വരെ പഠിച്ച എനിക്ക് ഒരു ജോലി കിട്ടാൻ ഈ നാട്ടിൽ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള ജീവിതം നിനക്ക് വേണ്ടിയായിരുന്നു. ഒരാളുടെ മുന്നിലും പതറാതെ തല ഉയർത്തിപ്പിടിച്ച് അമ്മ ജീവിച്ചു. എൻ്റെ മോളെ പഠിപ്പിച്ചു. ഇതുവരെ മോളുടെ അച്ഛനെക്കുറിച്ച് അമ്മ ഒന്നും പറഞ്ഞില്ല. ഇനിയെങ്കിലും നീ എല്ലാം അറിയണമെന്ന് തോന്നി. കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ എൻ്റെ മോളുടെ വിവാഹം. അതിനു മുന്നേ അച്ഛനെ പോയി കാണണം, അനുഗ്രഹം വാങ്ങണം. അമ്മേ. ഒക്കെ കേട്ട് കഴിഞ്ഞതും ആവണി അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നമുക്ക് നാളെ തന്നെ അമ്മയുടെ നാട്ടിലേക്ക് പോകണം. മോളുടെ വാക്കുകൾ കേട്ട് വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു, മനസ്സും. കാർ ഇരുനില വീടിൻ്റെ മുൻപിൽ വന്നു നിന്നു. പഴയ ഓട്ടുവരയിൽ നിന്ന് പുതിയ വലിയ ഇരുനില മാളികയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അച്ഛൻ ഇറക്കിവിട്ട മണ്ണിൽ ചവിട്ടിയപ്പോൾ അവളുടെ കാലുകൾ വിറച്ചു. നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി. അവൾ മകളുടെ കയ്യിലേക്ക് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പതിയെ പടികൾ കയറി കോളിംഗ് ബെല്ലടിച്ചു. അകത്തു നിന്നൊരു സ്ത്രീ കതക് തുറന്നു. ആരാ? എന്തേ? അവരുടെ ചോദ്യം കേട്ട് എന്തു പറയണമെന്നറിയാതെ വേണി നിന്നു. ആരാ ചേച്ചി പുറത്ത്? അകത്തു നിന്ന് വേഗം മറ്റൊരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വന്നു. വീണ. ആ വിളി കേട്ടതും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വന്നു വേണിയെ കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നു ചേച്ചി ഇത്ര നാൾ? എവിടെയൊക്കെ തിരക്കി, പക്ഷേ അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞൊഴുകി. വാ, അകത്തേക്ക് വാ. വീണ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വേണി തൻ്റെ മകളെ അവർക്ക് പരിചയപ്പെടുത്തി. ഒത്തിരി സ്നേഹപ്രകടനങ്ങൾക്കൊടുവിൽ ചുമരിൽ തൂക്കിയിട്ട അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രത്തിലേക്ക് കണ്ണീരോടെ അവൾ നോക്കി നിന്നു. അച്ഛനും അമ്മയും ഒത്തിരി സങ്കടപ്പെട്ടാ പോയത്. ചേച്ചിയെ ഇറക്കിവിട്ടതിൽ അച്ഛൻ ഒത്തിരി വിഷമിച്ചിരുന്നു. ചേച്ചിയെയും കുഞ്ഞിനെയും കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ വീണയുടെ വാക്കുകൾ കേട്ട് വേണി നിറകണ്ണുകളോടെ നിന്നു. വീണേ, അനിലേട്ടൻ എവിടെയാ? അനിലേട്ടൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക ചേച്ചി നല്ലത്. ചേച്ചിയോടായിരുന്നില്ലേ അനിലേട്ടൻ എന്നും കൂട്ട്? ചേച്ചി ഇങ്ങനെ ആയതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനിലേട്ടനായിരുന്നു. അനിലേട്ടൻ്റെ ഭാര്യ, കുടുംബം, വിവാഹം കഴിഞ്ഞു 1 കൊല്ലം തികച്ചില്ല. ആ പെണ്ണിട്ടേച്ചു പോയി. അല്ലെങ്കിലും എങ്ങനെ പോകാതിരിക്കും? നല്ലൊരു ജോലി ഉണ്ടായിട്ട് അതിനും പോകാതെ ഉള്ള ജോലിയും കളഞ്ഞ്
കള്ളും കുടിച്ച് നടക്കുന്ന ഒരാളുടെ കൂടെ സഹിക്കാൻ പറ്റണുണ്ടാവില്ല. ഒടുവിൽ അനിലേട്ടൻ്റെ അമ്മയും കൂടെ പോയതോടെ ആ വീട്ടിൽ തനിച്ചായി. കുറേ നാളൊക്കെ വീണ്ടും പഴയ പടി തന്നെ ആയിരുന്നു. പിന്നെ ആരോടും മിണ്ടാതെയായി. ആ തെക്കേ മുറിയില്ലേ അവിടുന്ന് ഇറങ്ങാറേയില്ല. ഏത് നേരവും അതിനുള്ളില. ഭ്രാന്തായി എന്നൊക്കെ ആളുകൾ പറയണ കേട്ടു. നേരാണോ എന്നൊക്കെ ആർക്കറിയാം. ഇപ്പോൾ വടക്കേലെ സതിയേച്ചിയുടെ മോൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും. വേണിയുടെ വാക്കുകൾ കേട്ട് നെഞ്ച് പൊട്ടും പോലെ തോന്നി വേണിക്ക്. അവൾ വേഗം പുറത്തേക്കിറങ്ങി അനിലിൻ്റെ വീട്ടിലേക്ക് നടന്നു. ആ വീടിൻ്റെ അവസ്ഥ കണ്ട് അവളുടെ ഉള്ളു വിങ്ങി. കാട് പിടിച്ച് കരിയിലകൾ നിറഞ്ഞ് ശരിക്കും ഒരു ഭ്രാന്താലയം. അവൾ പതിയെ പടിക്കെട്ടുകൾ കയറി. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അനിലേട്ടാ അവൾ ഒത്തിരി നേരം വിളിച്ചു. ജനലുകളെല്ലാം കൊട്ടിയടച്ചിരിക്കുന്നു. അവൾ വീടിന് ചുറ്റും നടന്നു വിളിച്ചു. മറുപടി ഒന്നും ഉണ്ടായില്ല. വീണ പറഞ്ഞ തെക്കേ മുറി, തൻ്റെയും അനിലേട്ടൻ്റെയും ജീവിതം മാറ്റിമറിച്ച ആ മുറി. ആ വരാന്തയിലെ തൂണിൽ ചാരി വേണിയിരുന്നു. അല്പനേരത്തിന് ശേഷം ഒരു പയ്യൻ അവിടേക്ക് വന്നു, കയ്യിലൊരു പൊതിയും. അവനെ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റു. ആരാ? എന്താ ഇവിടെ? അനിലേട്ടൻ. അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പുറകെ വേണിയും. മുറിയിലേക്ക് ചെന്നതും കണ്ടു നരവീണ് ക്ഷീണിച്ചൊരു രൂപം. അപ്പോഴേക്കും ഭക്ഷണപ്പൊതി മേശയിലേക്ക് വെച്ചു. ആ പയ്യൻ പുറത്തേക്ക് പോയി. അനിലേട്ടാ. വേണിയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൾ ഓടിച്ചെന്ന ആ കാലുകളിലേക്ക് വീണിരുന്നു. വേണി മോളെ. അപ്രതീക്ഷിതമായി അവളെ കണ്ടപ്പോൾ സന്തോഷമോ സങ്കടമോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു അനിൽ. എന്നോട് ക്ഷമിക്കാനില്ലേട്ടാ. വേണിയുടെ കണ്ണുനീർ ആ കാലുകളിലേക്ക് വീണു. മാപ്പ് പറയേണ്ടത് ഞാനല്ലേ വേണി? നിന്നോട് ചെയ്തു പോയ മഹാപാപങ്ങൾക്ക് ഒരിക്കലും മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല ഞാൻ ചെയ്തത്. പക്ഷേ നിന്നെ ആ നിമിഷത്തേക്ക് വേണ്ടിയായിരുന്നില്ല, ജീവിതകാലം മുഴുവൻ കൂടെ നിർത്താനായിരുന്നു. പക്ഷേ ഒരു പെണ്ണിൻ്റെ മാനത്തേക്കാൾ ആത്മാഭിമാനവും വലുതല്ല എന്ന് നീ എനിക്ക് കാട്ടിത്തന്നു. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായിരുന്നടി. എന്നെ വിട്ടു പോകാതിരിക്കാനാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ മദ്യത്തിൻ്റെ ലഹരി കൂടെ ആയപ്പോൾ എപ്പോഴും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. പക്ഷേ അതിന് നീ എനിക്ക് തന്ന ശിക്ഷ ഈ 24 വർഷവും ഞാൻ അനുഭവിച്ചു. ആ കാല് പിടിച്ചൊന്ന് മാപ്പ് പറയാൻ ഞാനായിരുന്നു എല്ലാത്തിനും കാരണക്കാരനെന്ന് നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എന്നെ വെറുത്തിരുന്നെങ്കിൽ. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ എന്നെ നീ നല്ലവനാക്കി. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് നീ സ്വയം മോശപ്പെട്ടവളായി. സ്വയം താഴ്ന്നു കൊടുക്കുമ്പോൾ, തോറ്റു കൊടുക്കുമ്പോൾ ശരിക്കും തോറ്റത് ഞാനായിരുന്നില്ലേ? എന്നിട്ടും മതിയാവാഞ്ഞിട്ടാണോടി നമ്മുടെ മോളെയും കൊണ്ട് നീ ഞാൻ തേടി വരാത്ത ദൂരം പോയത്? അത്രയും വലുതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ് ആയിരുന്നല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും നാൾ എന്നെ തേടി വരാതെ ഇരുന്നത്? എങ്കിലും എൻ്റെ വേണിയോട് എനിക്ക് പിണക്കമില്ലാട്ടോ. എന്നെ തേടി വന്നില്ലേ? എന്നെ അനിലേട്ടാന്ന് വിളിച്ചില്ലേ? അത് മതി എനിക്ക്. അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചേച്ചി വിളി കേട്ടാണ് വേണി കണ്ണു തുറന്നത്. ആരാ? എന്താ ഇവിടെ ഇരിക്കുന്നേ? പെട്ടെന്നാണ് അവൾക്ക് കുറച്ചു മുമ്പേ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലായത്. അവൾ ഒന്നുകൂടി ശരിക്കും നോക്കി. അതെ, കുറച്ചു മുന്നേ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ പയ്യൻ. കയ്യിലൊരു പൊതിയുമുണ്ട്. അനിലേട്ടൻ എവിടെ? അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ആ പയ്യൻ വാതിൽ തുറന്നു. അവൾ ആ പയ്യൻ്റെ കൂടെ അകത്തേക്ക് ചെന്നു. മുറിക്കുള്ളിൽ കസേരയിൽ മേശയിലേക്ക് തലവെച്ച് കിടക്കുന്ന നരച്ച രൂപം. താൻ കുറച്ചു മുന്നേ കണ്ട തൻ്റെ അനിലേട്ടൻ. അവൾ ഓടിച്ചെന്നു ആ തോളിൽ പിടിച്ചു. അനിലേട്ടാ, ഞാൻ വേണിയാ. അവൾ പതിയെ ആ തോളിൽ പിടിച്ചു കുലുക്കി. അപ്പോഴേക്കും ആ ശരീരം അവളുടെ കയ്യിലേക്ക് വീണിരുന്നു. മരണമെന്ന സത്യം അയാളെ പുൽകിയിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ എന്ന് അയാളുടെ ശരീരത്തിലെ ചൂടിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം ഭ്രാന്തിയെപ്പോലെ അവൾ അലറി വിളിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.